അങ്ങനെ ജിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് നമ്മളുണ്ടല്ലോ പട്ടാമ്പി പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ രേഖ ചേച്ചീനെയും നമ്മുടെ ആദ്യനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ നേരെ പട്ടാമ്പിക്ക് ഇറങ്ങി. കൂട്ടത്തിൽ നമ്മുടെ പാറൂനെയും ചിത്തുട്ടേനെ കൂടിയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സുജിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ, കാരണം ഉണ്ണീനെ കൊടുത്തിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് സുജിലല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ നമ്മുടെ വണ്ടിയിൽ നേരെ ഇതേ പട്ടാമ്പിക്ക് വിട്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് TNTയിലേക്ക് കേട്ടോ, കാരണം പെട്ടെന്ന് എടുത്ത പ്ലാൻ അല്ല, അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, നേരെ TNTയിലേക്ക് വിട്ടു. അവിടേക്ക് ഇതേ പാറും ചിത്തുട്ടേനും കൂടി എത്താമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിച്ചിരുന്നിട്ടുണ്ട്. കറക്റ്റ് ടൈമിലേക്ക് ഇതേ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പാറൂനും ചിത്തുട്ടേന്റെ ഉണ്ണിയുടെ പേരെന്താന്ന് കുറെ പേരായിട്ട് ചോദിക്കണം. അപ്പൊ വിഹാനാണ് കേട്ടോ ഉണ്ണിയുടെ പേര് വരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ണിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഇത് നേരെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പൊ നമ്മള് ഷവായി മന്തി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഇതേ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ജിഷ്ണേടന്റെ അടുത്ത് ചക്കര ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മറ്റേത് കരച്ചിലായിരുന്നു പതിവ് കേട്ടാ. പിന്നെ നമ്മൾ പറഞ്ഞ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതേ കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഉണ്ണീനെ വാശി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ പാറു ആദ്യം കഴിച്ചു, ചിത്തുട്ടേട്ടനാട്ടോ ഉണ്ണീനെ എടുത്തിരുന്നായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വിൻഷായിട്ട് ചിത്തുട്ടേട്ടനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാട്ടാ. പീസ് ഇല്ലാത്ത എല്ലാ എല്ലുകളും നോക്കി തെരഞ്ഞിട്ട് ചിത്തുട്ടേട്ടന്റെ വായയിൽ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എത്രയെന്ന് വെച്ചിട്ടാലേ കഴിക്കണത് നോക്കിയിരിക്കുക. എന്തായാലും കിട്ടിയോണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ വേഗം കഴിക്കാൻ നോക്കിയിട്ടാ, കാരണം ഉണ്ണീനെ വാങ്ങിയ ഒരാൾ പിടിക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വേഗം കഴിക്കാൻ നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് പാറു എന്നെ അതേ ഉണ്ണീനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി കഴിച്ചിട്ട് നമ്മളിത് നേരെ പുറത്തേക്ക് ഇറങ്ങി. നല്ല ചൂടാട്ടോ, എൻ്റെ അമ്മോ ചൂട് സഹിക്കാൻ പറ്റണില്ല. അതിന്റെ ഇടയിൽ എൻ്റെ ഈ സാരി കൂടി ആകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് നമ്മുടെ സുജിലക്കുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ അത് ജിഷ്ണേൻ്റെ നേരെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഉണ്ണിയോളം അവിടെ നിന്ന് കളിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ വണ്ടി എടുത്തതിൻ്റെ വിശേഷങ്ങളും അങ്ങനെ എല്ലാതും പറയുന്നുണ്ട് കേട്ടോ. ഇവർ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വണ്ടിയും കൂടിയും കാണാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം കേട്ടോ നമ്മൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോണത്. അപ്പോൾ ഇവർ ഇതേ വണ്ടിയുമ്പോൾ നേരെ എങ്ങോട്ടോ ഷോപ്പിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഇവരിത് അങ്ങോട്ട് പോയി. നമ്മളിതേ നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിൽ പോകട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് ജിഷ്ണേട്ടൻ്റെ വീട്ടിൽ പോകണം, കാരണം ജിഷ്ണേട്ടൻ നമുക്ക് അവിടെ ഇറക്കിയിട്ട് വേണം പോകണമെങ്കിൽ. സാധാരണ നമ്മൾ ജിഷ്ണേട്ടൻ്റെ വീട്ടിൽ ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ടല്ലേ പോകാറുണ്ട്. ഇപ്രാവശ്യം ഇതേ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജിഷ്ണേട്ടൻ ഇതേ നമ്മുടെ തേജുവിന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഗപ്പി, അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങിയിട്ടാട്ടോ നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നേക്കണത്. ഇനി നമ്മുടെ വീട്ടിലേക്കുള്ള പുതിയ അതിഥികളാണ് കേട്ടോ നമ്മുടെ തേജുവിൻ്റെ കയ്യിലിരിക്കണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.